ത്തിൽ പറക്കുന്നു. വലിയ ആളുകളെയും ചരക്കുകളെയും ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നു. പക്ഷെ ഒരു വിമാനം എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമുക്ക് ആ അത്ഭുതകരമായ യാത്രയെക്കുറിച്ചറിയാം. ഒരു വിമാനം നിർമ്മിക്കുന്നത് ഒരു വലിയ ആശയത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. എത്ര പേർക്കിരിക്കാനാകും? എത്ര ദൂരം പറക്കണം? എത്ര വേഗത്തിൽ പോകണം? എന്നിങ്ങനെ പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ആദ്യം കണ്ടെത്തുന്നു. എഞ്ചിനീയർമാരും ഡിസൈനർമാരും ചേർന്ന് കമ്പ്യൂട്ടറിൽ ഒരു രൂപരേഖ തയ്യാറാക്കുന്നു. വിമാനം ഭാരം കുറഞ്ഞതും ശക്തവുമായിരിക്കണം. അതിനാൽ പ്രത്യേക അലോയ് മെറ്റലുകളും കാർബൺ ഫൈബർ പോലുള്ള വസ്തുക്കളും ഉപയോഗിക്കുന്നു. ഡിസൈൻ തയ്യാറായ ശേഷം ചെറിയ മോഡലുകൾ നിർമ്മിക്കുന്നു. ഇവ വിൻഡ് ടണൽ എന്ന പ്രത്യേക സംവിധാനത്തിൽ പരീക്ഷിക്കുന്നു. കാറ്റിൻ്റെ വേഗതയിൽ മോഡൽ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് പരിശോധിക്കുന്നു. ഇങ്ങനെ പരീക്ഷിച്ച് തെറ്റുകൾ തിരുത്തുന്നു. ഇതൊരു വലിയ ശാസ്ത്രീയ പരീക്ഷണമാണ്. നിർമ്മിക്കലൊരു വിമാനം ഒരൊറ്റ സ്ഥലത്ത് പൂർണ്ണമായി നിർമ്മിക്കുന്നില്ല. അതിൻ്റെ പല ഭാഗങ്ങളും വ്യത്യസ്ത ഫാക്ടറികളിൽ നിർമ്മിക്കുന്നു. ചിറകുകൾ, എൻജിൻ, ബോഡി, ടെയിൽ സെക്ഷൻ ഈ ഭാഗങ്ങൾ അതീവ കൃത്യതയോടെ നിർമ്മിക്കണം. ചെറിയ പിഴവ് പോലും വലിയ പ്രശ്നമാകാം. എല്ലാ ഭാഗങ്ങളും ഒരുമിച്ച് കൊണ്ടുവന്ന് വലിയ അസംബ്ലി ഹാളിൽ ഘടിപ്പിക്കുന്നു. ഇതൊരു വലിയ പസിൽ കൂട്ടുന്നത് പോലെയാണ്. ഓരോ ഭാഗവും കൃത്യമായ സ്ഥാനത്ത് ഘടിപ്പിക്കണം. ഇവിടെ ആയിരക്കണക്കിന് തൊഴിലാളികളും എഞ്ചിനീയർമാരും ചേർന്ന് പ്രവർത്തിക്കുന്നു. വിമാനത്തിൻ്റെ ഹൃദയം അതിൻ്റെ എഞ്ചിനാണ്. എഞ്ചിൻ ഘടിപ്പിച്ചതിന് ശേഷം വൈദ്യുതി സംവിധാനം, നാവിഗേഷൻ സംവിധാനം, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ ഇൻസ്റ്റാൾ ചെയ്യുന്നു. പൈലറ്റിന് മുന്നിലുള്ള കോക്പിറ്റ് നിരവധി ബട്ടണുകളും സ്ക്രീനുകളുമുള്ള ഒരു ഹൈടെക് നിയന്ത്രണ കേന്ദ്രമാണ്. വിമാനം തയ്യാറായെന്ന് മാത്രം കൊണ്ട് അത് ഉടൻ പറക്കില്ല. വളരെ കർശനമായ പരിശോധനകൾ നടക്കും. നിലത്തുള്ള പരിശോധന, എൻജിൻ ടെസ്റ്റ്, ബ്രേക്ക് ടെസ്റ്റ്, ഒടുവിൽ ടെസ്റ്റ് ഫ്ലൈറ്റ് ടെസ്റ്റ്. പൈലറ്റുകൾ വിമാനത്തെ പറത്തി എല്ലാം ശരിയാണെന്ന് ഉറപ്പാക്കുന്നു. ലോകത്തിലെ പ്രമുഖ വിമാന നിർമ്മാണ കമ്പനികളിലൊന്നാണ് ബോയിങ്. മറ്റൊന്ന് യൂറോപ്യൻ കമ്പനിയായ എയർബസ് ആണ്. ഇവരാണ് ലോകമെമ്പാടുമുള്ള വിമാനങ്ങൾ നിർമ്മിക്കുന്നത്. ഒരു വിമാനം ആയിരക്കണക്കിന് ഭാഗങ്ങൾ ചേർന്നാണ് നിർമ്മിക്കുന്നത്. അതിൻ്റെ പിന്നിൽ ശാസ്ത്രം, ഗണിതം, സാങ്കേതികവിദ്യ, ടീം വർക്ക് എല്ലാം ചേർന്നിരിക്കുന്നു. ഒരു വിമാനം ആകാശത്ത് പറക്കുമ്പോൾ അത് മനുഷ്യരുടെ ബുദ്ധിയും പരിശ്രമവും ചേർന്നൊരു അത്ഭുതമാണ്. ഇപ്പോൾ ശാസ്ത്രജ്ഞർ ഇലക്ട്രിക് വിമാനങ്ങളും പരിസ്ഥിതി സൗഹൃദ വിമാനങ്ങളും നിർമ്മിക്കാൻ ശ്രമിക്കുന്നു. ഭാവിയിൽ കൂടുതൽ വേഗത്തിൽ പറക്കുന്ന, കുറഞ്ഞ ഇന്ധനം ഉപയോഗിക്കുന്ന വിമാനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒരു വിമാനം നിർമ്മിക്കുന്നത് ഒരു വലിയ ശാസ്ത്രീയ സാഹസിക യാത്രയാണ്. നിങ്ങളിലൊരാൾ ഭാവിയിൽ ഒരു എയർസ്പേസ് എഞ്ചിനീയർ ആകാം. ആകാശത്തെ സ്പർശിക്കുന്ന പുതിയ വിമാനങ്ങൾ നിങ്ങൾ തന്നെ രൂപകൽപ്പന ചെയ്യാം. ആകാശം പരിധിയല്ല, അത് ഒരു തുടക്കം മാത്രമാണ്.
ഇത്തരത്തിലുള്ള കൂടുതൽ രസകരവും ഉപകാരപ്രദവുമായ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ ദയവായി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞങ്ങൾ മറുപടി നൽകുന്നതായിരിക്കും.